രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ നേരിടുന്നതിന് ബി.ജെ.പി. സർക്കാരുകൾ പുതിയതായി കണ്ടെത്തിയ ആയുധമാണ് ബുൾഡോസർ രാജ്. കുറ്റാരോപിതരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് ശേഷം അർഹമായ ശിക്ഷ നൽകണമെന്ന ഭരണഘടനാപരമായ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സർക്കാർ തന്നെ ശിക്ഷയായി കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഇടിച്ചു നിർത്തുന്ന രീതിയാണ് ഇതിലൂടെ വിവിധ ബി.ജെ.പി. സർക്കാരുകൾ അവലംബിച്ചത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സർക്കാരുകൾ വ്യാപകമായി ഉപയോഗിച്ച ഈ നിയമാതീത ശിക്ഷാരീതി ഒട്ടുമിക്ക ബി.ജെ.പി. സംസ്ഥാനങ്ങളിലും അവരുടെ സർക്കാരുകൾ പിന്തുടർന്നു പോന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിയും കോടതികളെ നോക്കുകുത്തിയാക്കിയും എതിരാളികളെ ശിക്ഷിക്കുന്ന ഈ സമീപനത്തിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയെല്ലാം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ തങ്ങൾക്ക് മുന്നിലെത്തിയ ഹർജികളുടെ അടിസ്ഥാനത്തിൽ ഭരണാധികാരികൾ ജഡ്ജിമാരായി മാറേണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം നവംബർ 13-ന് ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ബുൾഡോസർ രാജ് അധികാര ദുർവിനിയോഗമാണെന്ന് അന്തസിക്തമായി പ്രഖ്യാപിച്ച പരമോന്നത കോടതി ഏതെങ്കിലും കേസുകളിൽ പ്രതികളോ ശിക്ഷിക്കപ്പെട്ടവരോ ആയ വ്യക്തികളുടെ വീടുകൾ അനധികൃതമായാണ് നിർമ്മിച്ചതെന്ന പേരിൽ ഇടിച്ചു നിർത്തുന്നത് ഭരണകൂട ഭീകരതയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മതന്യൂനപക്ഷങ്ങൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരായ ഫലപ്രദമായ ഉപാധിയായാണ് ബി.ജെ.പി. സർക്കാരുകൾ ഇതിനെ ഉപയോഗിച്ചത്. അതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയുടെ ഫലപ്രദവും ശക്തവുമായ ഇടപെടൽ ഉണ്ടായത്. എന്നാൽ കോടതികളെയും നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് വിവിധ ബി.ജെ.പി. സർക്കാരുകൾ ഇടിച്ചു നിർത്തൽ തുടരുകയാണ്. മുസ്ലിങ്ങൾ വിശുദ്ധ മാസമെന്ന് കരുതുന്ന റംസാൻ മാസത്തിൽ ഉത്തരാഖണ്ഡിലെ ബി.ജെ.പി. സർക്കാർ മദ്രസ ഇടിച്ചു നിർത്തുന്നതിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ 12 മദ്രസകൾക്കും ഒരു മസ്ജിദിനുമെതിരെയാണ് പൊളിച്ചു നീക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയത്. നേരത്തെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയായിരുന്നു നടപടിയെങ്കിൽ ഇപ്പോൾ നോട്ടീസ് നൽകുന്നു എന്ന വ്യത്യാസം മാത്രം. നോട്ടീസിന് മതിയായ വിശദീകരണം നൽകിയാലും നടപടിയിൽ നിന്ന് അധികൃതർ പിന്നോട്ട് പോകാറില്ല എന്നതിനാൽ നോട്ടീസ് നൽകുന്നത് കോടതിയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഏർപ്പാടാണെന്ന ആക്ഷേപവുമുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കുറ്റാരോപിതരായ 14 വ്യക്തികളിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 6 പേരുടെ വീടുകളാണ് ശനിയാഴ്ച പൊളിച്ചു നീക്കിയത്. വ്യാഴാഴ്ച പ്രദേശത്തുണ്ടായ സംഘർഷത്തിലെ കുറ്റാരോപിതരുടെ വീടുകളാണ് അനധികൃതമായി നിർമ്മിച്ചതെന്നാരോപിച്ച് തകർത്തു കളഞ്ഞത്. ഫെബ്രുവരി 24-നാണ് മഹാരാഷ്ട്രയിൽ 15 വയസ്സുകാരന്റെ കുടുംബ വീട് തകർത്തത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിക്കുന്നതായി കേട്ടുവെന്ന സംഘപരിവാർ സംഘടനാ പ്രവർത്തകന്റെ പരാതിയെ തുടർന്നായിരുന്നു നഗരസഭ വീട് തകർക്കുന്ന നടപടി കൈക്കൊണ്ടത്. ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്ന പരാതിയിൽ 15-കാരനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നിർബന്ധത്തിന് വഴങ്ങി നഗരസഭ വീട് പൊളിക്കുകയും ചെയ്തു. രാജസ്ഥാനിൽ ബലാത്സംഗ കേസിലെ കുറ്റാരോപിതരുടെ വീടുകൾ പൊളിക്കുന്നതിനാണ് നോട്ടീസ് നൽകിയത്. ഇതിനെതിരെയുള്ള ഹർജിയെ തുടർന്ന് ഹൈക്കോടതി പൊളിക്കൽ നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ സ്റ്റേ നീക്കി നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ നീക്കം. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ബുൾഡോസർ രാജുമായി ബി.ജെ.പി. സർക്കാരുകൾ മുന്നോട്ടു പോകുന്നു. 2024 നവംബർ 13-ന് സുപ്രീം കോടതി ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ ഇടിച്ചു നിർത്തലിന് ഉത്തരവ് നൽകുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ 2020-ലെ ഒരു കേസിൽ നിയമവിരുദ്ധമായി കെട്ടിടം തകർത്തതിന് ഉത്തർപ്രദേശ് സർക്കാരിന് 25 ലക്ഷം രൂപ പിഴ വിധിക്കുകയും ചെയ്തു. വിവിധ ഹൈക്കോടതികളിൽ നിന്നും സമാനമായ വിധി ഉണ്ടായിരുന്നതുമാണ്. എന്നിട്ടും കോടതി വിധികളെ പോലും മാനിക്കാതെയാണ് ബുൾഡോസർ രാജ് തുടരുന്നത്. ബി.ജെ.പിയുടെ ഭരണകൂടങ്ങൾ ജനാധിപത്യത്തെ മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയെയും അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ നടപടികൾ. പരമോന്നത കോടതിയും വിവിധ ഹൈക്കോടതികളും നൽകിയ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഈ നിഷേധാത്മക സമീപനം തിരുത്തിക്കുന്നതിന് ജനകീയമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം കോടതികളിൽ നിന്നു തന്നെ ശക്തമായ നടപടികളും ആവശ്യമാണ്.